അയൺ ഫാം ഉണ്ടാക്കിയിരിക്കുന്നതായിരുന്നു. അപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു മൈൻ ഷാഫ്റ്റ് കിട്ടിയത്. മൈൻ ഷാഫ്റ്റ് ആകുമ്പോൾ പിന്നെ ഒന്നും ലൂട്ട് ചെയ്യണമല്ലോ. ലൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആണ് ഞാൻ ഓർത്തത് അവിടെ എന്തായാലും സ്പോണറാണ്. പക്ഷെ സ്പൈഡർ സ്പോണറാണ്, ഒരു ഉപയോഗം കാണത്തില്ല എന്ന് വിചാരിച്ച് എന്നാലും പോയി നോക്കാമെന്നുള്ള രീതിയിൽ ഞാനങ്ങ് പോയി നോക്കി ഗൈസ്. കിട്ടിയത് സ്കെൽട്ടൺ സ്പോണർ. പിന്നെ എന്താ പറയാനാ, നമ്മളൊരു വലിയൊരു പില്ലർ ഉണ്ടാക്കി വെച്ച് ഞാനവിടെ ലൂട്ട് ചെയ്തൊക്കെ മാക്സിമം നമ്മളെല്ലാം ലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇവിടെ അടുത്തിനാണ് ആ മൈൻ ഷാഫ്റ്റ് ഉള്ളത്. ഞാൻ ഏകദേശം ഇച്ചിരി അങ്ങോട്ട് നമ്മുടെ ബ്രീഡറിൻ്റെ അങ്ങോട്ട് വരെ നമ്മുടെ മൈൻ ഷാഫ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഗോളെന്ന് പറയുന്നത് ഒരു സ്കെൽട്ടൺ ഫാം ഉണ്ടാക്കുക, അത്ര തന്നെയാണ് ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ പോവാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഗൈസ്, നമ്മൾ ഈ അയൺ ഫാം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ അയൺ ആർമറും ടൂൾസൊക്കെ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് ആ വീഡിയോ ലാഗ് അടിച്ച് എന്തോ ഒരു പ്രശ്നം പറ്റി ആ വീഡിയോ ചീത്തയായിപ്പോയി. അപ്പോഴത്തേക്കും നമ്മൾ ഇടാൻ പറ്റില്ല. അതേ ഇഷ്ടത്തിലാണ് അയൺ ഫാം ഉണ്ടാക്കാമെന്ന് വെച്ചത്. അയൺ ഫാം ഉണ്ടാക്കി കുറച്ച് അയൺ വേണമല്ലോ, കുറച്ചുകൂടി അയൺ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈനിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് കുറച്ച് ഈ മൈൻ ഷാഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കി നോക്കിയപ്പോഴാണ് സ്പോണർ കിട്ടിയത്. പിന്നെ ഞാൻ നോക്കിയില്ല, ഇതങ്ങ് മാറ്റിയിട്ട് ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഈ കുറച്ച് ഈ സൈഡിൽ കണ്ട മറ്റേ ക്യാറ്റ് ഫാം, പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ക്യാമ്പ് ഫയർ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ബ്രീഡറിൽ നോക്കാം. ഒരു 10 വില്ലേജറൊന്നും കാണത്തില്ല. നമ്മൾ കുറച്ചുകൂടി ബെഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇത് മറ്റേ വില്ലേജറാണെന്ന് തോന്നുന്നില്ല. ഇന്നലെ വെച്ച വില്ലേജറൊക്കെ ഒന്ന് വലുതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടച്ചേക്കാം. വലുതായി കേസ്, 3 വില്ലേജർ വലുതായി. ബാക്കി ഇനിയും കുറച്ച് കൊച്ചുങ്ങളുണ്ട്. 4 വില്ലേജർ വലുതായി കേസ്. മൊത്തം 4 വില്ലേജർ വലുതായി. പിന്നെ ഇവർ രണ്ടുപേരും പണി എടുത്തേ അറിയാൻ, ഞാൻ അവിടെ സ്മോക്കർ വെച്ചില്ലായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും മറ്റേ പണി എടുത്തിട്ടുണ്ട്. മൊത്തം 4 വില്ലേജർ, 3 ഇത് എത്രയോ വില്ലേജർ വലുതായിട്ടുണ്ട് കേസ്. എന്തായാലും നമുക്ക് ഇതടിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ ഇത് സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ വില്ലേജറിനൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കുന്ന കേസ് നാളെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്പോണർ ഇരിക്കുന്ന സ്ഥലത്തോട്ട് നേരെ പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു പില്ലറുണ്ട്, ഈ പില്ലറാണ് ഉണ്ടാക്കി വെച്ചത്. ഇതിൻ്റെ അടിയിലോട്ടാണ് മൈൻ ഷാഫ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം ഇങ്ങോട്ടായിരുന്നു. ഇങ്ങോട്ടില്ലേ, അല്ല ഇങ്ങോട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങോട്ട് തിരിച്ചിട്ട് റൈറ്റ്. അതേ ഇരിക്കുന്നത്. ഇതാണ് സ്കെൽട്ടൺ സ്പോണത്. ഇതിന് സ്കെൽട്ടൺ സ്പോണത്. സ്കെൽട്ടൺ കിടന്ന് കറങ്ങുന്നത് ഗൈസ്. ഇവിടെ തന്നെ ടോർച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പണിയുണ്ട് ഗൈസ്. കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ച് പണിയുണ്ട്. ഇനി നമുക്ക് അതിനായിട്ടുള്ള ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഗ്യാദർ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കണ്ടുണ്ടാക്കാൻ പറ്റില്ല, കാരണം ഞാൻ മൊത്തം ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല ഗൈസ്. ഞാൻ കുറച്ചായിട്ട് കാണിക്കത്തുള്ളൂ, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോയി. വേണമെങ്കിൽ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ കണ്ടുണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വേണ്ടത് 2 സ്ലാബ്, 1 സ്റ്റക്ക് ഗോബിൾ സ്റ്റോൺ, ഒരു ഹോപ്പർ, 2 ചെസ്റ്റ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കൊരു കുറച്ച് സോഡ, പിക്കാക്സ് അതിലൊക്കെ എടുത്ത് വെച്ചോ, നമുക്ക് മൈനൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് എൻ്റെ വഴി ഇനി നമുക്ക് നേരെ പോയി ആ സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീടിൻ്റെ സ്റ്റോറേജിൻ്റെ അടിയിലായിട്ട് കയറിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഗോബിൾ സ്റ്റോൺ. അപ്പോൾ നമുക്ക് ഹോപ്പർ വേണം. ഇതാണെന്ന് തോന്നുന്നു വാല്യബിൾ പെട്ടിയിൽ നിന്ന് അതിനാണ് കേസ്. ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ലൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 2 ഗോൾഡൻ ആപ്പിളും 5 ഡയമണ്ട്, പിന്നെ ഒരു ഡയമണ്ട് പിക്കാക്സും കിട്ടി കേസ്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല മൈൻ ഷാഫ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് സീഡ് ഞാൻ ചിലപ്പോഴേ എടുത്തുള്ളൂ, കാരണം ഞാൻ ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീഡ് ഇട്ടുതരാം കേസ്. ഈ ഡ്രാഗനെ കൊന്നിട്ട് നിങ്ങൾക്ക് സീഡ് ഇട്ടുതരാം, അതെന്തായാലും ഉറപ്പായിട്ട് ഇട്ടുതരും. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ മെയിനായിട്ട് 5 ഡയമണ്ട് കിട്ടിയത് നമുക്ക് മെയിൻ കാര്യം. നമുക്ക് വേണമെങ്കിൽ ഒരു ആക്സും സോഡൊക്കെ ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് അയൺ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹോപ്പർ ഉണ്ടാക്കാൻ അയണുണ്ട്. ഇതിനകത്തുണ്ടാക്കാം, ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് വിട്ടെടുത്തേക്കാം. ഓക്കെ, നമുക്ക് മേളിൽ പോയിട്ട് ഒരു ഹോപ്പർ ഉണ്ടാക്കാം. എനിക്കിതിൻ്റെ ഒന്നും റെസിപ്പി അറിയത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. റെസിപ്പി അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഹോപ്പർ തരും. ഓക്കെ, നമ്മളൊരു ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ ഗൈസ് ഇപ്പോൾ ഈ ഞാൻ കളിക്കുന്ന 1.21.60.24 അങ്ങനെ ഒരു വേർഷനാണ്. അതിനകത്ത് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് ഗൈസ്, ക്രാഫ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം. അതെന്താണെന്ന് എല്ലാവരും പിന്നെ നമുക്കൊരു ബക്കറ്റോടെ ഉണ്ടാക്കാൻ കേട്ടോ, ബക്കറ്റോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റർ എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ് എല്ലാവരും, കാരണം എനിക്ക് അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ റെഡ് സ്റ്റോണും പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വേണം, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി എന്തുകൊണ്ട് എടുക്കാണ്ടെന്ന് തോന്നുമല്ലോ, എന്തും എടുക്കാണ്ടല്ലോ എന്നല്ല. അയ്യോ എൻ്റെ പേരെന്തായിരുന്നു, നമുക്ക് സ്ലാബ് ഉണ്ടാക്കണം. സ്ലാബ് എടുത്തിട്ടില്ല, പിന്നെ കൊബിൾ സ്റ്റോൺ എടുക്കണം. ഓക്കെ, ഇതിനകത്ത് ഇതൊന്നും നമുക്ക് സോർട്ട് ചെയ്ത് വെക്കണം ഗൈസ്. സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മറ്റേ ഈ ഐറ്റം ഫ്രെയിമൊക്കെ വെച്ച് ചെയ്യണം. ഒരു സ്റ്റാക്ക് കൂടെ എടുത്താൽ, കാരണം സ്ലാബ് ഉണ്ടാക്കാൻ കുറച്ച് ഇത് വേണ്ടേ. 2 സ്ലാബ് മതി. ഓക്കെ, എവിടെ സ്ലാബ്, എവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. എനിക്ക് റെസിപ്പി അറിയത്തില്ല, ഇതിൻ്റെ സെർച്ച് ചെയ്ത് കൊടുക്കണം. അവർക്ക് സ്ലാബ് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 6 കിട്ടും. ഓക്കെ, അതുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചുകൊണ്ട് വെച്ചേക്കാം. സ്റ്റോൺ, അയ്യോ സ്ഥലം എവിടെ, ഞാൻ പറഞ്ഞു ഇതൊന്നും വെച്ചിട്ടില്ല. 2 കൊബിൾ സ്റ്റോൺ ഉണ്ടായിരുന്നില്ല. ശരി, ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 4 സ്ലാബ് അതിനകത്ത് 4 സ്ലാബ് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി 2 കൊണ്ടുപോകാം. നമുക്കൊരു ഒരു സ്റ്റാക്ക് വേണ്ടല്ലേ, വേണ്ട വെച്ച് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊന്നും അവിടെ ഉണ്ടാക്കേണ്ടി വരത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ, നമുക്ക് നോക്കിയ ഗൈസ്. കുറച്ച് ഫുഡ് എടുക്കണം ഗൈസ്, ഫുഡ് എടുത്തേക്കാം. ഈ പെട്ടി തുറന്ന് നോക്കുമ്പോഴാണ് ഗൈസ് നമുക്ക് ഓരോന്ന് ഓർമ്മ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫുഡ് എടുത്ത് വെച്ചേക്കാം. പിന്നെ ഒരു ബക്കറ്റ് വെള്ളവും അവിടെ നിന്ന് എടുക്കണം. ഇനി ഓക്കെ, ഫുഡ് ഇതിൽ വെച്ചേക്കാം. ഓക്കെ, ഫുഡ് എടുക്കണം. ഫുഡ് എനിക്ക് തോന്നുന്നു അവിടെ തന്നെ കാണും. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എടുത്ത് നോക്കിയത് എനിക്ക് തോന്നുന്നു. ഇത് മറ്റേ അവിടെ പടിഞ്ഞു വെച്ചിട്ട് കാണുമോ, മറ്റേ ക്യാരറ്റ് ഫാമിൽ കാണും തോന്നുന്നു. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയാൽ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു കാണണ്ടേ. ഒരു സ്റ്റാക്ക് എടുത്തേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പോയി ഇനി അവിടെ നിന്ന് മേടിച്ചിട്ട് വരാം. ശരി, നമുക്ക് പോയി ഉണ്ടാക്കാം. എല്ലാം തിരിഞ്ഞു പോകുന്നു കേസ് പറയുന്നതൊക്കെ. നമ്മുടെ എൻട്രൻസ് ചെറിയ എൻട്രൻസ് ആണ് കേസ്. ഓക്കെ, ഇതടക്കി, ഈ ഗേറ്റ് അടയ്ക്കാനാണ് കൊടുക്കത്തെ പണി. ഓക്കെ, അടച്ചിട്ടുണ്ട്. ഇല്ല കേസ്, ക്യാറ്റ് ഫാമിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഭാഗ്യം എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം കേസ്, നമ്മുടെ ആൻവില്ല്. എനിക്ക് ആൻവില്ല് കാണുമ്പോൾ സങ്കടം വരും. ഓക്കെ കേസ്, നമ്മളങ്ങനെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതേ പില്ലർ, ഓക്കെ പില്ലറുണ്ട്. ഇതേ പിഗ്ഗൊക്കെ ഓടിയത് കേസ്. ഓക്കെ, സോറി പിഗ് അറിയാതെ വന്നാണേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് പോയിട്ട് നമുക്കൊരു വലിയ വട്ടം വരയ്ക്കണം. ഐ മീൻ ആ സ്പോണറിൻ്റെ അവിടെ വലിയൊരു വട്ടം വരച്ച് വെക്കണം. എന്നാലും നമുക്കിത് ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ടാക്കാം. വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടമല്ല, ഒരു സ്ക്വയർ പോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. നമുക്കൊരു ബക്കറ്റ് വെള്ളം ഇവിടെ എടുത്തേക്കാം. ഈ സ്പോണർ ഇതിന് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം ഗൈസ്. കാരണം നമുക്ക് ഈ ടോർച്ച് വല്ല അറിയാതെ പൊട്ടിപ്പിക്കുന്ന ഇനി ഇവന്മാരെല്ലാം സ്പോണാവും. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നതിന് അടിച്ച് കൊല്ലും. അപ്പോൾ നമുക്ക് പിന്നെ നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് ചെയ്യാം. സോ ഗൈസ്, നമുക്ക് ഇനി സ്ക്വയർ മൊത്തം നമുക്കൊരു 4 ബ്ലോക്ക് ഹൈറ്റിൽ നമ്മൾ കുഴിച്ച് പോവാണ്. അപ്പം ഞാനിത് പെട്ടെന്ന് കുഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. സോ ഗൈസ്, ഒരു ചെറിയ പണി കിട്ടിയ നമ്മൾ കുറച്ചുകൂടി റെക്കോർഡ് ചെയ്തിരുന്നു, അതൊന്നും കിട്ടിയില്ല ഗൈസ്. ഐ എം സോറി. അപ്പോഴത്തേക്കും നമ്മളിത് ഇതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ഈ ബ്ലോക്കൊക്കെ ഇങ്ങനെ മീൻസ് ഈ സൈഡിലെ ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റി. ഒരു മിനിറ്റ്, ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊടിച്ചോട്ടെ. നമ്മൾ ഈ ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒഴുക്ക് എല്ലാം കറക്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതൊന്നും കിട്ടിയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് വരുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ. ഇന്ന് നമുക്ക് പണിയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അത് പണിഞ്ഞ് വെച്ച്. ദേ ഇവിടെ
ഒരു 6 ബ്ലോക്ക് താഴത്തോട്ട് വെക്കണം. ഞാൻ ഓൾറെഡി പണിഞ്ഞാണ്, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി വെച്ചതാണ്. 6 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ച് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു കുഴി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കതേ ഇത് മൊത്തം നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇവന്മാർ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോഴത്തേക്കും നമുക്ക് 2 ഡബിൾ ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. നമുക്ക് ഈ 2 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് സൂപ്പർ ഗൈസ്. ഞാൻ പറഞ്ഞു എന്തോ ഓർത്ത്, ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോയിട്ടേ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഒരു മിനിറ്റ്. ഇത് മൈൻഷാഫ്റ്റില്ലേ? മൈൻഷാഫ്റ്റിൽ വുഡ് കാണുമല്ലോ. ഈ വുഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇനി വെള്ളത്തിനൂടെ നടന്ന് പോകണമല്ലോ, അതാണ് ഗൈസ് വള്ളി. നിങ്ങളെ മേളിലെത്തിയിട്ട് കളിക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ മേളിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രണ്ട് കഷ്ടപ്പെടാൻ ഈ വെള്ളത്തിന്, പിന്നെ 2ാമത് വെള്ളം ഒഴിച്ച് ഗൈസ്. ഓക്കെ, ഒഴുക്കൊക്കെ കറക്റ്റാണ്. ഓക്കെ, നമ്മൾ ആ ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മൾ താഴ്ത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡബിൾ ചെസ്റ്റ് നമുക്ക് ഇവിടെ വെക്കണം. പിന്നെ നമ്മൾ ഈ ഇടയ്ക്കിടെ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയല്ലല്ല, എനിക്ക് തോന്നുന്നു അപ്പുറത്താണ് കേസ് വെക്കേണ്ടത്, ഇവിടെയാണ് കേസ് വെക്കേണ്ടത്. കാരണം ഇവിടെ ഹോപ്പർ വരുന്നത്. ഇവിടെ ജസ്റ്റ് വെക്കാം, ഇവിടെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. നമ്മൾ ലെങ്ത്ത് കൂടണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. കാരണം ലെങ്ത്ത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് കാണാൻ സുഖം കാണില്ല. അപ്പോൾ നമ്മൾ ഹോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടി. ഓക്കെ, പോകുന്നുണ്ടെന്നാണ് വിശ്വാസം. ഓക്കെ, പോകുന്നുണ്ട് ഗൈസ്, സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ 2 സ്ലാബ് വെക്കണം. ഓക്കെ, സ്ലാബ് സൂപ്പർ. സ്ലാബ് എടുത്തിട്ടുണ്ട്. ആ സ്ലാബ് എടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്ന ദിവസം നമുക്ക് ഇവിടെ സ്ലാബ് വെച്ചാൽ ഇവിടെ ഒരു സ്ലാബ് വെച്ചാൽ തുറക്കാൻ പറ്റില്ല, തുറക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യത്തില്ലെന്നാണ് ഗൈസ് എൻ്റെ വിശ്വാസം. അറ്റാക്ക് ചെയ്താൽ നമ്മളൊന്നും കൂടി ഇച്ചിരി വെക്കണം. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹോപ്പറ കുനി സ്നീക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് മുകളിലോട്ട് എത്താനുള്ള അത് നല്ല പണിയാണ് ഗൈസ്. നല്ല പണി വെച്ചാൽ നല്ല പണിയാണ്, നല്ല ഹൈറ്റിൽ പോകണം നമ്മൾ. അപ്പോൾ ഞാൻ എന്തായാലും അത് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഇച്ചിരി ഹൈറ്റിലെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. സോ ഗൈസ്, കുറച്ച് ഹൈറ്റ് എന്താ ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് പാട്ട് കേട്ട് വിജയുടെ എന്തൊരു പാട്ട് കേട്ട് കുഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മൾ പെട്ടെന്ന് ഹൈറ്റ് എത്തി ഗൈസ്, നേരെ കുഴിച്ച് മുകളിലോട്ടെത്തി. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവിടെ ഗോബിൾ സ്റ്റോൺ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് പൊളിച്ച് മാറ്റിയൊക്കെ ഡേർട്ട് കാണുന്നുണ്ട്. അപ്പോൾ മുകളിലെത്തിയെന്നാണ് അർത്ഥം. വെള്ളം എന്തായാലും വെള്ളമാണെങ്കിൽ നമുക്ക് സാൻഡായാണ് കണ്ടത്. എന്തായാലും വെള്ളമല്ല, അതിന് നമുക്ക് മുകളിലോട്ട്. അയ്യോ ഗൈസ്, രാത്രിയായി ഗൈസ്. എനിക്ക് രാത്രിയായാലും പണ്ടം കയ്യിലാണെങ്കിൽ ബെഡും ഇല്ല ഗൈസ്. ഇത് പോകുമ്പോഴത്തേക്ക് ബെഡ് കൊണ്ടുപോകണം, വല്ലാത്ത കഷ്ടമാണ്. ഞാൻ മറന്നു പോകുന്നു എപ്പോഴും. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ അയ്യോ ക്രീപ്പർ ഒന്ന് പൊട്ടി. അല്ലെങ്കിൽ ഈ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രീപ്പർമാർക്കൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ പോയി എന്തായാലും കിടന്ന് ഉറങ്ങിയിട്ട് വരാം ഗൈസ്. ഈ ക്രീപ്പറിനെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഡെർട്ടൊക്കെ എടുത്ത് നേരത്തെ പൊട്ടിയ സ്ഥലത്ത് എടുത്ത് വെക്കുവാണ് ഗൈസ്, അല്ലെങ്കിൽ പിന്നെ ഒരു മാരി ഇരിക്കും. പിന്നെ നമ്മൾ സ്റ്റെയർ കേസ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ടുള്ള സ്റ്റെയർ കേസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലാഡർ വെച്ചിട്ടുണ്ട്. ഇവിടെ ലാഡർ ഒന്നും നമ്മൾ കുറച്ച് ലാഡറും സ്റ്റെയർ കേസും എടുത്തിട്ടുണ്ട് ഗൈസ്. സ്റ്റെയർ കേസ് മാത്രം എടുത്തിട്ടുള്ള ലാഡർ നമ്മൾ വെച്ച്. സ്റ്റെയർ കേസ് നമ്മളിങ്ങനെ വെച്ച് പോകണം, അതും ഏറ്റവും വലിയ പണിയാണ്. പിന്നെ നമ്മുടെ കുഴിക്കുന്നതിനിടയിൽ നമ്മുടെ അയൺ പിക്കാക്സ് അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, കാരണം നമ്മൾ സ്പെയർ പിക്കാക്സ് എന്തായാലും എടുത്ത് വെച്ച് നന്നായി. സ്പെയർ പിക്കാക്സ് എടുത്ത് വെച്ച് എന്നല്ല, വീട്ടിൽ പോയിട്ട് എടുത്താണ് കേസ്. എന്തായാലും നമ്മൾ സ്പെയർ പിക്കാക്സ് ആണത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സ്റ്റെയർ കേസ് വെക്കുന്നത് അതിനെക്കാട്ടും വലിയ പണിയാണ് കേസ്. നമുക്ക് എന്തായാലും അത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്റ്റെയർ കേസൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് ഭയങ്കര പാടുപെട്ട് എൻ്റെ പോലാളി ആ സ്റ്റെയർ കേസൊക്കെ എങ്ങനെയെങ്കിലും വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളിത് ഇവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്തില്ല ഗൈസ്. അതൊക്കെ നമ്മളൊരു വേറെ എപ്പിസോഡിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യില്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലോ അതിൻ്റെ നാളത്തെ എപ്പിസോഡിലോ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന നമ്മുടെ പിക്കാക്സ് പൊട്ടിപ്പോൾ അതെടുത്തിട്ട് വരെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പിക്കാക്സ് എടുത്തിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഗൈസ്, നമ്മളിങ്ങനെ ചുമ്മാ കട്ട് ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആ മറ്റേ റെക്കോർഡിംഗ് ബട്ടൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 10-25 മിനിറ്റ് ആയി കാണും ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ അത് കുറച്ചായിട്ട് കാണത്തുള്ളൂ, കാരണം നമ്മളത് എഡിറ്റൊക്കെ ചെയ്ത് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ ചാടി നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഈ ബ്ലോക്ക് പൊട്ടിച്ച് നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുമോ? ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഗൈസ്, അങ്ങനെ നടക്കാൻ പറ്റും. അതായത് നമുക്ക് പിന്നെ ചെയ്യാം. ഇതും കൂടി പൊട്ടിച്ച് ഡീപ്സിനായിട്ട് പൊട്ടിച്ച് നോക്കിയാൽ പറ്റുമോ? ഇല്ല. നമുക്ക് പിന്നെ ചെയ്യാം ഗൈസ്. എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് നമ്മുടെ സ്പോണറിലെ ലൈറ്റൊക്കെ ഓഫാക്കണം.
അപ്പോൾ അത് ഇച്ചിരി പണിയാണ്. നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി പോയിട്ട് സ്പോണറിൻ്റെ അടുത്ത് എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. സോ ഗൈസ് നമ്മളങ്ങനെ സ്പോണറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ സ്ലാബ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ സ്ലാബ് ഉണ്ടാക്കാനും മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്കിത് അവിടെ നിന്നൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കണം. സ്റ്റെയർ കേസ് അല്ല, ഇങ്ങനെ ചുമ്മാ ഒരു പോകാനായിട്ടുള്ള സംഭവം ഉണ്ടാക്കണം. എനിക്ക് പേടിയൊന്നുമില്ല ഗൈസ്. നമ്മൾ ഈ ലേറ്റ് ഓഫ് ആയി കഴിയുമ്പോൾ ഉമ്മാർ നമ്മളെ അമ്പയിലിടുകയെന്ന് എനിക്ക് പേടി. നേരത്തെ വെച്ചല്ലോ ഇത് നമുക്ക് പൊട്ടിച്ചേക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് ഇല്ലേ? എവിടം വരെ എത്തുമോ? ഈ ബ്ലോക്ക് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, എത്തി. കയ്യിൽ സ്ലാബ് ഡർട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ ടോർച്ച് പൊട്ടിച്ചേക്കാം. എന്നിട്ട് നമ്മൾ മേളത്തെ അല്ല ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. അപ്പോൾ എന്നിട്ട് ആദ്യം ഇവിടുത്തെ പൊളിക്കാം. ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ട് ഇപ്പുറത്തും പൊളിക്കണം. താഴെ വെക്കാൻ പറ്റത്തില്ലല്ലോ. താഴെ ഇനി വെച്ചിട്ടുണ്ടോ? താഴെ വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് ഇതിൽ പൊട്ടിക്കുന്നതിന് മുന്നേ ഈ 2 സംഭവം കൂടി അങ്ങ് ഡർട്ടി ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ചേക്കാം. അല്ലെങ്കിൽ ഉമ്മാർ നമ്മളെ ചെയ്തത് അല്ലെങ്കിൽ ഇവിടെ വരെ സ്പോണാവും ചെയ്യും. നമുക്ക് ഈ ലാസ്റ്റ് ടോർച്ച് പൊട്ടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്ലാബ് വെച്ചില്ല, സ്ലാബ് ഇവിടെ വെച്ചേക്കാം. കേസ് അയ്യോ കിട്ടി. ഇതാണ് കേസ് ഞാൻ പറഞ്ഞത്, ഇവന്മാർ അമ്പയോന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മളെ സ്കെൽട്ടൺ അങ്ങനെ സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊക്കെ നടച്ച് പൂട്ടിയിട്ട് ഇതൊക്കെ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഇവന്മാർ ഇവിടെ സ്പോണാവും. ഇവിടെ മാറി നിന്ന് പൊട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അമ്പ് കിട്ടും. ഇപ്പം തന്നെ വിടുന്ന കേസ് അവന്മാരെല്ലാവരും. ഓക്കെ, നമുക്ക് ഇത് മൊത്തം പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഈ അമ്പൊക്കെ ചെന്ന് എൻ്റെ ചെസ്റ്റ് വീഴുമോ? അത് അവിടെ തന്നെ കുത്തിവയ്ക്കുമോ? ഓക്കെ, നമ്മൾ മൊത്തം പൊടിച്ച് കളഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് മൊത്തം ക്ലോസ് ചെയ്തേക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവന്മാർ ഇങ്ങോട്ടല്ല വരും. ഇനി നമുക്ക് ആ സ്റ്റെയർ കേസിൻ്റെ അടുത്തോട്ട് പോകണം. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. സ്റ്റെയർ കേസ് എവിടെയായിരുന്നു? ഇതല്ലേ? കിട്ടി. ഇതൊരു ഷോർട്ട് കട്ട് പോലെ വെച്ചേക്കണോ അതോ ഇങ്ങനെ തന്നെ വെക്കണോ അതോ നിങ്ങൾ പറയട്ടോ. കുറച്ച് സ്ലാബ് ഉണ്ട്, ഇത് ഇങ്ങനെ മൂടിയേക്കാം. ഓക്കെ, ഇത് വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഇത് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ഇത് വർക്കിംഗ് ആണോ നോക്കാം. ഓക്കെ ഗൈസ്, അത് വർക്കിംഗ് ആണ്. അപ്പോൾ അവന്മാർ ഇവിടെ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം നമുക്കൊന്ന് AFK നിൽക്കണം ഗൈസ്. എത്ര പേര് വരുമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ച് നേരം AFK എന്നുള്ള ഗൈസ്. അപ്പോഴത്തേക്കും ഇതേ ഇഷ്ടംമാതിരി സ്കെൽട്ടൺ വന്ന് നിൽപ്പുണ്ട്. അതോടെ നമുക്ക് കുറേ XP കിട്ടും, നമുക്ക് കുറേ ബോർഡ് കിട്ടും. നമുക്കിപ്പോൾ എത്ര ബോർഡായെന്ന് നോക്കാം. ഇതെന്താ തുറക്കാം? ഓക്കെ, ഇപ്പോൾ തുറക്കാം. 12 ബോർഡും പിന്നെ നമുക്കൊരു ബോ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോ. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഡർട്ട് നേരത്തെ പൊളിച്ചതിൻ്റെ കേസ്. കുറച്ച് ടോർച്ച്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നേരെ വെച്ചേക്കാം. ഇതൊക്കെ നേരെ വെച്ചേക്കാം, അല്ലെങ്കിൽ വരുന്നതെല്ലാം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഈ അടുത്ത സ്കെൽട്ടൻ്റെ അടുത്ത ഗ്രൂപ്പ് സ്പോണായി തുടങ്ങി കേസ്. ഇഷ്ടംമാതിരി സ്പോണാകുന്നുണ്ട് കേട്ടോ ഉമ്മാരി. കേസ് ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇവനെയും കൂടി കൊന്നേക്കാം. ഓക്കെ, സക്സസ്ഫുള്ളി അങ്ങനെ ഫാം കംപ്ലീറ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗോളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ മേളിൽ പോയിട്ട് നമ്മുടെ സ്ഥിര സംഭവം പറയാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ വ്യൂസൊക്കെ കൂട്ടിത്തരിക. അതുപോലെ ആ വ്യൂസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ ഗ്യാദർ ചെയ്യാൻ നമ്മൾ കുറേ ടൈം എടുക്കുന്നതായിരിക്കും. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.